നമസ്കാരം, ഞാൻ വിനീഷ് ഷോഗടി. ചെറിയ ഒരു തുക മാസമാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു തുക ഒരുമിച്ചോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇതിനകം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കിട്ടുന്ന റിട്ടേൺസും നല്ല റിട്ടേൺസ് തന്നെയാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിലൂടെ ലഭിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പല കാറ്റഗറിയിലുള്ള ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ, 4 സ്റ്റാർ, 3 സ്റ്റാർ ഇങ്ങനെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പല മ്യൂച്വൽ ഫണ്ടുകൾക്കും. അതിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ റേറ്റിംഗ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഫണ്ടുകളുണ്ട്, പല സെഗ്മെന്റുകളിലുള്ള ഫണ്ടുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ്. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഫണ്ടുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 6 ഫണ്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. 6 ഫണ്ടുകളും ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡിലെത്തും. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് അഡ്രസ്സ്, കാര്യങ്ങൾ, ബാങ്ക് ഡീറ്റെയിൽസ്, സെഗ്മെന്റുകളെല്ലാം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലയന്റിന്റെ പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് IPV ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, വീഡിയോ വെരിഫിക്കേഷൻ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഈസ് റെഡി. നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പ് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാം. 100 അതിന്റെ ഗുണിതങ്ങളോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. മന്ത്ലി SIP ആയിട്ട് ചെയ്യാം, ഓർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലംസമായിട്ടൊരു തുക വേണം ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാം, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാം, IPOകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കമ്മോഡിറ്റി, കറൻസി, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ഇങ്ങനെയുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ പർപ്പസിനും നിങ്ങൾക്ക് ആവശ്യമുള്ള അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. സോ എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രൈ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു വരുന്ന ഓരോ ഫണ്ടുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേൾക്കാം. ഓക്കെ, ഒന്നാമത്തെ ഫണ്ട് എന്ന് പറഞ്ഞാൽ SBIയുടെ മാഗ്നം ചിൽഡ്രൻസ് ബെനിഫിറ്റ് ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. ഈ ഒരു ഫണ്ട് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടാണ്. ഓക്കെ, SBI മാഗ്നം ചിൽഡ്രൻസ് ബെനിഫിറ്റ് ഫണ്ട്. ഈ ഒരു ഫണ്ടിന്റെ NAV 47 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഈ ഒരു ഫണ്ടിൽ മിനിമം 500 രൂപയോ അല്ലെങ്കിൽ 5000 രൂപ ലംസമായിട്ടോ 500 ഗുണിതങ്ങളായിട്ട് എത്ര വേണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. SIP ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 500 ആണ് മിനിമം, ലംസമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 5000 ആണ്. ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ള റിട്ടേൺസും കാര്യങ്ങളിലേക്കും വരുമ്പോൾ 2020 ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കുറച്ച് 5 വർഷം ആയതേ ഉള്ളൂ. 36.17% റിട്ടേൺ ആണ് ഇയർലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 36%. ആലോചിക്കുക എത്ര പെർസെന്റേജ് ആണ്. ബാങ്കിലൊക്കെ ഒരു 5-6%, ഇവിടെ 36% കിട്ടുന്നുണ്ട്. സോ ക്രിസിലിന്റെ ഹൈബ്രിഡ് 35+65 അഗ്രസീവ് ഇൻഡെക്സ് ആണ്. അപ്പം റിസ്ക് കൂടിയ ഫണ്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, മ്യൂച്വൽ ഫണ്ട് റിസ്ക് ഉണ്ട്. സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാം. സോ 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഹൈബ്രിഡ്, അഗ്രസീവ് ഹൈബ്രിഡ് കാറ്റഗറിയിലുള്ള ഫണ്ടാണിത്. ഇനി ഫണ്ട് നമ്പർ 2, ഇത് SBIയുടെ ELS ടാക്സ് സേവർ ഫണ്ടാണ്. ഇത് ELSS കാറ്റഗറിയിലുള്ള ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫണ്ടാണ് SBIയുടെ. ഇത് 482 രൂപയാണ് ഇപ്പോഴത്തെ NAV. മിനിമം 500 രൂപേനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ലംസമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 500 രൂപേനെ അതിന്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സിറ്റ് ലോഡ് കാര്യങ്ങളില്ല. ഫസ്റ്റത്തെ SBI മാഗ്നം പ്ലസിനും എക്സിറ്റ് ലോഡ് ഇല്ല. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈ ഒരു SBIയുടെ ELSS ടാക്സ് സേവറിനും പറഞ്ഞ എക്സിറ്റ് ലോഡ് ഇല്ല. ഇനി നമ്മൾ മൂന്നാമത്തെ ഫണ്ട് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി ക്യാപ്പ് ആണ്. ഫ്ലെക്സി ക്യാപ്പിൽ ICICI പ്രൊഡൻഷ്യലിന്റെ റിട്ടയർമെന്റ് ഫണ്ടാണ് വരുന്നത്. ഇതിന് 37 രൂപയാണ് ഇപ്പോഴത്തെ NAV. മിനിമം 100 രൂപ മന്ത്ലി SIP ആയിട്ടോ 5000 ലംസമായിട്ട് ചെയ്യാം. 1000 മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. 1000ന്റെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലംസമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതിനും എക്സിറ്റ് ലോഡ് കാര്യങ്ങളൊന്നുമില്ല. അത് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ നിങ്ങൾക്ക് നേരത്തെ ഒഴിവായിട്ട് പോകുന്നത്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിവായി പോകുന്ന സാഹചര്യമില്ല. എക്സിറ്റ് അതായത് റിഡീം ചെയ്തു പോകുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല. ഈ ഒരു ഫണ്ട് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു ഫണ്ട് 21% ഇയർലി റിട്ടേൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സിൻസ് ഇൻസെപ്ഷൻ ഈ ഫണ്ട് 21.83% കൊടുക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഫണ്ടിലേക്ക് ജമ്പ് ചെയ്യാം. സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടാണ് ബന്ധൻ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ഈ ഒരു ഫണ്ടിൽ 52.27 ഒരു യൂണിറ്റിന്റെ പ്രൈസ്. 100 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ ചെയ്യാം. 1000 രൂപ ലംസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എക്സിറ്റ് ലോഡ് 1% ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ റെഡീം ചെയ്യുകയാണെങ്കിൽ 1% കട്ട് ചെയ്യും. എക്സിറ്റ് ലോഡ് ഉണ്ട്. അതേപോലെ തന്നെ 2020 സ്റ്റാർട്ട് ചെയ്ത ഫണ്ട് 33.9% ഇയർലി റിട്ടേൺസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് ആണ്, റിസ്ക് കൂടുതലാണ്. അതേപോലെ തന്നെ HDFCയുടെ മിഡ് ക്യാപ്പ് ഫണ്ടാണ്. മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ടാണ്. എല്ലാം 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഫണ്ടാണ്. 100 അതിന്റെ ഗുണിതങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ലംസമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 100 ചെയ്യാം. അതേപോലെ എക്സിറ്റ് ലോഡ് ഉണ്ട്. ഒരു വർഷത്തിനുള്ളിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1% അവർ കട്ട് ചെയ്യും. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2013 ഏകദേശം 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫണ്ടാണ്. 21% ഇയർലി റിട്ടേൺ കൊടുക്കുന്നുണ്ട്. മിഡ് ക്യാപ്പ് 150 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ കേട്ടോ. അടുത്ത ലാസ്റ്റ് ഫണ്ടിലേക്ക് പോകാം. ഇത് നിപ്പോൺ ഇന്ത്യയുടെ ലാർജ് ക്യാപ്പ് ഫണ്ടാണ്. ലാർജ് ക്യാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഫണ്ടാണ്. 104.64 ആണ് ഇപ്പോഴത്തെ NAV ഒരു യൂണിറ്റിന്റെ പ്രൈസ്. 100 അതിന്റെ ഗുണിതങ്ങളോ ചെയ്യാം. 100 രൂപേനെ ലംസമായിട്ട് ചെയ്യാം. അതേപോലെ എക്സിറ്റ് ലോഡ് 1% ഉണ്ട്. അതായത് 7 ദിവസത്തിനുള്ളിൽ റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു 7 ദിവസം കൊണ്ട് നിങ്ങൾ റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 1% നിങ്ങൾക്ക് കട്ടാവും, എക്സിറ്റ് ലോഡിലേക്ക് പോകും. ഇനി
ഇതിന്റെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നത് 2013 സ്റ്റാർട്ട് ചെയ്താണ്. നിഫ്റ്റി 50 ഡേ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നു. 16.55% റിട്ടേൺസ് ഇയർലി കൊടുത്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്ത 6 ഫണ്ടുകളാണ്. ELS കാറ്റഗറി വന്നു, അഗ്രസീവ് ഹൈബ്രിഡ് വന്നു, ഫ്ലെക്സി ക്യാപ്പ് വന്നു, സ്മോൾ ക്യാപ്പ് വന്നു, മിഡ് ക്യാപ്പ് വന്നു, ലാർജ് ക്യാപ്പ് വന്നു. എല്ലാ കാറ്റഗറി, എല്ലാ സെഗ്മെന്റിലുള്ള 6 ഫണ്ടുകൾ. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. 6 സെഗ്മെന്റിലുള്ള ഫണ്ട്, 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ഫണ്ട്, പ്ലസ് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഇതുവരെ കൊടുത്തിട്ടുള്ള ഫണ്ടുകളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ചോദിക്കാം. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തിട്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 100 500 ഒക്കെ ചെയ്യാം. 500 ഒക്കെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരൻ മന്ത്ലി SIP ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ എമൗണ്ട്, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയാലും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു തുകയായിരിക്കണം. എന്തിനാ അങ്ങനെ പറയുന്നത് അറിയോ? നഷ്ടപ്പെട്ടു പോകാനല്ല പറയുന്നത്. ബേസിക്കലി നമ്മൾ ഷാട്ടി പിടിച്ചിട്ട്, അതായത് എനിക്ക് 10,000 രൂപ സാലറി ഉണ്ട്, ഞാൻ 2,500 ഇടും എന്ന് പറഞ്ഞ് 2,500 രൂപ എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു മാസം നമുക്ക് നടക്കും, പിറ്റത്തെ മാസം നടക്കും, 4ാമത്തെ മാസം എന്തെങ്കിലും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നാൽ അന്ന് ആ മാസം ഫണ്ടില്ല. ആ മാസം ഒരിക്കലും ചിലപ്പോൾ കുറഞ്ഞ റേറ്റ് വരുന്നു, യൂണിറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും, അന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഫണ്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം വരും. അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. ലോങ് ടേം വിഷനിലൂടെ കാണണം. 1 വർഷം 2 വർഷം 3 വർഷം എടുത്താൽ പോലും ഏതൊരു മാസവും എനിക്ക് ഇത് ഡ്രോപ്പ് ആവില്ല. കൃത്യമായിട്ട് ഒരു EMI അടച്ചു പോകുന്ന പോലെ എനിക്കിത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ഒരു തുകയുണ്ടാവും. ആ തുക മാത്രം ഇൻവെസ്റ്റ്, അത് 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000, അത് മാത്രം ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 10 വർഷം കഴിയുമ്പോൾ നോക്കിക്കോളൂ, ദാറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മിറാക്കിൾ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ഉണ്ടാവും. മിറാക്കിൾ എമൗണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഇതിന് കൂടെ സൂചിപ്പിച്ചു. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പാരൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് വലുതായിട്ടുണ്ടാവും. എത്ര കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെ പേരിൽ നിങ്ങൾ മിനിമം ഒരു 1000 രൂപയെങ്കിലും വെച്ചിട്ട് മന്ത്ലി ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുക. ഇനി നല്ല രീതിയിൽ സാലറി കിട്ടുന്ന ഒരാളാണ്, ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6 ഫണ്ടുകൾ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹം ഉറപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു 1000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിലവിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ 6 ഫണ്ടിലും 6000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യുക. ഓർ 500 വെച്ചിട്ട് 6 ഫണ്ടിലും 3000 രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുക. 500 വെച്ച് 6 ഫണ്ട്, ഓർ 1000 വെച്ച് 6 ഫണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടിപൊളിയാണ്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, ഒരു സെലക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്പ് ആവും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുണ്ട് കമന്റ് ബോക്സിൽ പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.